ഹലോ. ഇന്ന് നമുക്ക് വിജയ് സേതുപതി നായകനായ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ മഹാരാജ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. നായകനായ മഹാരാജ തന്റെ വീട്ടിലെ കുപ്പത്തൊട്ടി കാണുന്നില്ല എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായി എത്തുകയാണ്. എന്നാൽ ആ കുപ്പത്തൊട്ടിക്ക് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥയുണ്ട്. അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ മഹാരാജയെ കാണിക്കുന്നു. മഹാരാജ ഒരു സലൂൺ കടയിലാണ് ജോലി ചെയ്യുന്നത്. മഹാരാജയ്ക്ക് ഒരു ഭാര്യയും ഒരു മകളുമുണ്ട്. അങ്ങനെ ഭാര്യയോടും മകളോടുമൊപ്പം സന്തോഷമായി മഹാരാജയുടെ ജീവിതം മുന്നോട്ട് പോകവേ ഒരിക്കൽ മഹാരാജയുടെ വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട് ഒരു ലോറി ഇടിച്ചു കയറുന്നു. വീടിന് മുന്നിൽ തന്നെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. എന്നാൽ അവരാണെങ്കിലോ ആ സ്പോട്ടിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മഹാരാജയ്ക്ക് ഒരു മകളുണ്ട്. ആ മകൾ ആരെന്നാൽ അന്ന് ആ ഒരു ലോറി ആക്സിഡന്റിൽ മഹാരാജയുടെ മകൾ മരിച്ചിട്ടില്ലായിരുന്നു. സ്ലാബിന് മുകളിലിരുന്ന ഒരു കുപ്പത്തൊട്ടി മകളുടെ മുകളിലേക്ക് വന്ന് വീണാണ് കുഞ്ഞ് രക്ഷപ്പെട്ടതും. അങ്ങനെ മകളോടൊപ്പം മഹാരാജ സന്തോഷമായി ജീവിക്കുകയാണ്. അന്ന് സലൂൺ കടയിൽ ജോലി ചെയ്തിരുന്ന മഹാരാജ ഇന്ന് സ്വന്തമായി ഒരു സലൂൺ കട ആരംഭിച്ചിരിക്കുന്നു. വീട് വിട്ടാൽ ജോലി, ജോലി കഴിഞ്ഞാൽ വീട്, അങ്ങനെ ഒരു ജീവിതമാണ് മഹാരാജ നയിക്കുന്നതും. മഹാരാജയുടെ മകൾക്കാണെങ്കിലോ പഠിക്കുന്നതിനേക്കാൾ താല്പര്യം സ്പോർട്സിലാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ് മഹാരാജ. അങ്ങനെയിരിക്കെ മകളുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് ക്യാമ്പ് നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മകളെ സപ്പോർട്ട് ചെയ്യുകയാണ് അച്ഛനായ മഹാരാജ. അങ്ങനെയിരിക്കെ കൗൺസിലർ തന്റെ കാറ് ശരിയാക്കുവാനായി അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തു. കാറ് ശരിയാക്കി കിട്ടിയപ്പോഴോ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി മിസ്സിംഗ് ആയിരുന്നു. അതയാൾക്ക് വളരെ ഇമോഷണലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയായിരുന്നു. ആരാണ് കാറ് ശരിയാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ മെക്കാനിക്കായ മണിയാണെന്ന് പറയും. ഈ മണി മുൻപ് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയ ആളാണ്. അങ്ങനെ കൗൺസിലർ അതറിഞ്ഞ് കണ്ണാടി നീയാണോ എടുത്തതെന്ന് പറഞ്ഞ് മണിയെ ഒരുപാടടിക്കും. മണിയാണെങ്കിലോ ഒന്നും മിണ്ടാതെ അതെല്ലാം കൊള്ളുകയാണ്. എല്ലാവരും നോക്കി നിൽക്കും. അങ്ങനെ മണി അന്ന് രാത്രി മദ്യപിച്ച ശേഷം കൗൺസിലറിനടുത്തെത്തി കൗൺസിലറിനെ ഒരുപാട് തല്ലുകയാണ്. അടുത്ത ദിവസം മഹാരാജ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട്. മഹാരാജയുടെ ചെവിയിലാണെങ്കിലോ എന്തോ മുറിവൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. തലേ ദിവസം എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മഹാരാജ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് എൻ്റെ വീട്ടിലെ ലക്ഷ്മിയെ കാണാനില്ല, ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്, 3 പേർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ആര്, നിന്റെ മകളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ വീട്ടിലെ കുപ്പത്തൊട്ടിയാണെന്ന് പറയും. അത് കേട്ട പോലീസാണെങ്കിലോ ഇവിടെ വേറെ കേസ് അന്വേഷിക്കാനേ സമയമില്ല, പിന്നെയാണോ നിന്റെ വീട്ടിലെ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞ് മഹാരാജയെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാനായി നോക്കും. എന്നാൽ മഹാരാജയാണെങ്കിലോ തൻ്റെ കുപ്പത്തൊട്ടി കണ്ടുപിടിച്ചിട്ടേ സ്റ്റേഷനിൽ നിന്ന് പോകൂ എന്ന വാശിയായി. എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചത് ആ ഒരു കുപ്പത്തൊട്ടിയാണ്. അവളിപ്പോൾ സ്പോർട്സ് ക്യാമ്പിൽ പോയി. തിരിച്ചു വരുമ്പോൾ അവൾ ആ കുപ്പത്തൊട്ടി തിരക്കും. അതിനു മുമ്പായിട്ട് എനിക്ക് ആ കുപ്പത്തൊട്ടി കണ്ടുപിടിച്ച് തരണമെന്ന് മഹാരാജ പറയും. എന്നാൽ വേറെ വഴിയില്ലാതെ മഹാരാജ പോലീസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ SI വരട്ടെ എന്ന് പറയും. അങ്ങനെ SIയെ കാണിക്കുകയാണ്. ഈ SI ആണെങ്കിലോ വളരെ നല്ല ആളൊന്നുമല്ല, കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആളാണ്. അങ്ങനെ SI സ്റ്റേഷനിലേക്ക് എത്തും. മഹാരാജയെ വിളിച്ച് കാര്യം തിരക്കുകയാണ്. അപ്പോൾ മഹാരാജ പറയും, ഇന്നലെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 3 പേർ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ലക്ഷ്മിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയും. ലക്ഷ്മി ആര്, സ്വർണമാണോ പണമാണോ അതോ നിന്റെ മകളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ വീട്ടിലെ കുപ്പത്തൊട്ടി എന്ന് മഹാരാജ മറുപടി പറയും. അത് കേൾക്കുന്ന SIക്ക് തന്നെ ദേഷ്യം വരികയാണ്. SI മഹാരാജയെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ നോക്കുമെങ്കിലും മഹാരാജ പോകില്ല. അങ്ങനെ SI തോക്കെടുത്ത് വിരട്ടുവാൻ നോക്കുമെങ്കിലും നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് മഹാരാജ. മഹാരാജ ഒരു വഴിക്ക് പോകില്ല എന്ന കാര്യം SIക്ക് മനസ്സിലായി. അപ്പോൾ മഹാരാജ എൻ്റെ ലക്ഷ്മിയെ കണ്ടെത്തി തന്നാൽ ഞാൻ 5 ലക്ഷം രൂപ തരാമെന്ന് ഒരു ഓഫർ വെക്കും. അത് കേൾക്കുന്ന SIയുടെ കണ്ണു മഞ്ഞളിക്കും. കാര്യം കാശ് കിട്ടുമല്ലോ. അങ്ങനെ SI കുപ്പത്തൊട്ടി കണ്ടുപിടിച്ച് തരാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. അതിനു മുമ്പ് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുവാനായും പറയും. അങ്ങനെ FIRും ഫയൽ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു കള്ളനെയാണ് കാണിക്കുന്നത്. ഈ കള്ളൻ എവിടെയെങ്കിലും കയറി മോഷ്ടിച്ചു കഴിഞ്ഞാൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കില്ല. ആ വീട്ടിലുള്ള മനുഷ്യരെ പോലും കൊന്നു കളയാറാണ് പതിവ്. രാത്രി കാലങ്ങളിലൊക്കെ മോഷണം നടത്തിയിട്ട് പകലും നല്ലവനായി നടക്കും. അയാൾക്കൊരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഈ ഭാര്യയ്ക്ക് ഒരു സ്നേഹമുള്ള ഭർത്താവായും കുഞ്ഞിന് നല്ലൊരു അച്ഛനുമായാണ് ജീവിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് കടയും നടത്തുന്നുണ്ട്. പകല് കണ്ടാൽ എല്ലാവർക്കും ഒരു മാന്യൻ, എന്നാൽ രാത്രിയാകുമ്പോഴോ മോഷണമാണ് പതിവ്. ഈ കള്ളന്റെ കയ്യിൽ ഒരു കുപ്പത്തൊട്ടിയുണ്ട്. ഈ കുപ്പത്തൊട്ടിയാണ് സത്യത്തിൽ നമ്മുടെ നായകനായ മഹാരാജന്റെ വീട്ടിലുള്ളതും. ഇത് കാണുമ്പോഴോ മഹാരാജന്റെ വീട്ടിലുള്ള കുപ്പത്തൊട്ടി അടിച്ചുകൊണ്ട് വന്നത് ഈ കള്ളനാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ.
തന്റെ കുപ്പത്തൊട്ടി കണ്ടുപിടിക്കുന്നതുവരെ സ്റ്റേഷനിൽ നിന്ന് പോകില്ല എന്ന വാശിയിലാണ് മഹാരാജ. മകളാണെങ്കിലോ സ്പോർട്സ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതിനാൽ മഹാരാജ ഇപ്പോൾ സ്റ്റേഷനിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പോലീസുകാരെയൊക്കെ സഹായിച്ച് സ്റ്റേഷനിൽ തന്നെ കൂടി. എന്നാൽ മറ്റൊരു വശത്ത് കള്ളനാണെങ്കിലോ ആഴ്ചയിൽ ഒരു ദിവസം മോഷണമൊക്കെ നടത്തി തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. മഹാരാജയാണെങ്കിലോ പോലീസിനെ തന്റെ കുപ്പത്തൊട്ടി എന്ന് കണ്ടെത്തും എന്ന രീതിയിലൊക്കെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എസ് ഐ ഒരു തീരുമാനത്തിലെത്തുകയാണ്. മഹാരാജയുടെ നഷ്ടപ്പെട്ട കുപ്പത്തൊട്ടിയുടെ അതേപോലത്തെ കുപ്പത്തൊട്ടി ഉണ്ടാക്കി കുപ്പത്തൊട്ടി കണ്ടുപിടിച്ചുവെന്ന് കള്ളം പറഞ്ഞ് മഹാരാജയ്ക്ക് കൊടുത്തിട്ട് ആ 5 ലക്ഷം രൂപയും കൈക്കലാക്കാമെന്ന് കരുതും. എന്നിട്ട് മറ്റുള്ള പോലീസുകാരോട് ആ മോഡലിലെ കുപ്പത്തൊട്ടി എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാനായും പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ആ കൗൺസിലറിനെ തല്ലിയ മണിയെയായിരുന്നു. കംപ്ലൈന്റ് കൊടുക്കാൻ വന്നവർ മഹാരാജയുടെ അടുത്തായിരുന്നു ഇരുന്നത്. മഹാരാജ ഫോട്ടോ വാങ്ങി നോക്കിയപ്പോൾ മണിയെ കണ്ടതും മഹാരാജ ഷോക്കായി. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കൗൺസിലറിന്റെ കാർ ഓടിച്ചിരുന്ന പയ്യൻ ആരെന്നറിയാൻ വേണ്ടിയിട്ട് മഹാരാജയാണെങ്കിലോ കൗൺസിലറിനെ കാണാൻ ബാറിലെത്തി. വർക്ക്ഷോപ്പിൽ ശരിയാക്കാൻ കൊടുത്തിരുന്ന നിങ്ങളുടെ കാർ ആരാണ് ഓടിച്ചത് എന്നൊക്കെ മഹാരാജ കൗൺസിലറിനോട് തിരക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ മഹാരാജയെ കൗൺസിലർ വഴക്ക് പറഞ്ഞ് ഓടിച്ചു. അതേസമയമായിരുന്നു മണി കൗൺസിലറിനെ തല്ലാനായി ബാറിലെത്തിയതും. ബാറിലിട്ട് മണി കൗൺസിലറിനെ തല്ലിയിട്ട് നിന്റെ കാറിലിരുന്ന കണ്ണാടിക്ക് വേണ്ടിയിട്ടാണോ നീ എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ തല്ലിയത് എന്നൊക്കെ മണി പറയുന്നത് മഹാരാജ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ നിന്നും മഹാരാജയുടെ വീട്ടിൽ മോഷണത്തിന് വന്നത് മണിയാണെന്നും ആ കാറിലാണ് വന്നതെന്നും മഹാരാജയ്ക്ക് മനസ്സിലായി. അങ്ങനെ മഹാരാജ മണിയെ ഫോളോ ചെയ്തു. മണി നേരെ പോയത് ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്തേക്കായിരുന്നു. തന്നെ ആരോ ഫോളോ ചെയ്യുന്നെന്ന് മണിക്ക് മനസ്സിലായി. മണിയാണെങ്കിലോ ആ ഗോഡൌണിലിട്ട് മഹാരാജയെ ലോക്ക് ചെയ്തു. കൂടെയുള്ളവരെയെല്ലാം മഹാരാജ അടിച്ചു. മണിയെ പിടികൂടിയിട്ട് നീ എന്തിനാ എൻ്റെ കുപ്പത്തൊട്ടി തൂക്കിക്കൊണ്ടു പോയത് എന്ന് ചോദിക്കുമ്പോൾ അന്നേ തന്നെ നിന്നെ കൊന്നുകളയേണ്ടതായിരുന്നുവെന്ന് മണി മഹാരാജയോട് പറയും. മഹാരാജയാണെങ്കിലോ മണിയെ ഒരുപാട് തല്ലും. മണിക്കാണെങ്കിൽ വേദന സഹിക്കാനാകുന്നില്ല. നിന്നോടൊപ്പമുള്ള മറ്റു 2 പേർ ആരാണെന്ന് ചോദിക്കുമ്പോൾ മണി പറയും അത് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് ക്ലൂ മാത്രം കൊടുക്കും. എന്നാൽ ദേഷ്യം വന്ന മഹാരാജ മണിയുടെ കഴുത്തിൽ വെട്ടി. ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയുമൊക്കെ ചെയ്യുന്നത് എന്നുള്ള സംശയം അപ്പോഴും നമുക്കുണ്ടാകും. മഹാരാജ കേസ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ തന്നെ നിന്ന് ആ കേസ് അന്വേഷിക്കുന്നതിന് കൂടെ നിൽക്കുന്നത് എന്തെന്നാൽ മണി പറഞ്ഞ ആ ഒരു സ്റ്റേഷനിലുള്ള ആൾ പോലീസുകാരനാണോ അതോ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റേഷനിൽ വന്നതിന് ശേഷം മഹാരാജ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് കണ്ടെത്താനുള്ള താല്പര്യത്തോടെയാണ് മഹാരാജ അവിടെ നിൽക്കുന്നതും. അങ്ങനെ പോലീസ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുപ്പത്തൊട്ടി റെഡിയാക്കി. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു കള്ളനെയാണ്. അതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഈ കള്ളനും നമ്മുടെ മഹാരാജയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതെന്തെന്നാണ് ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത്. കള്ളന്റെ മകളുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാൾ ആഘോഷിക്കുവാനായി കള്ളൻ തീരുമാനിക്കും. മകൾക്കായിട്ടുള്ള സ്വർണവുമെല്ലാം എടുത്തിട്ട് വരുന്ന കള്ളനാണെങ്കിലോ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടിയാലോ എന്ന് ആലോചിച്ച് മഹാരാജയുടെ സലൂൺ കടയിലേക്കെത്തി. കള്ളനൊപ്പം അവന്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവരാണെങ്കിലോ അവിടെ വെച്ച് പത്രം നോക്കുമ്പോൾ ഇതുവരെയും അവർ നടത്തിയിട്ടുള്ള മോഷണങ്ങളെല്ലാം പത്രത്തിൽ വന്ന കാര്യം മനസ്സിലാകും. പക്ഷെ അവരുടെ പേരൊന്നുമില്ലായിരുന്നു. രണ്ടാളും തങ്ങളുടെ മോഷണത്തിന്റെ കാര്യങ്ങൾ പത്രത്തിൽ വന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മഹാരാജ കേൾക്കുകയാണ്. മഹാരാജ കേട്ട കാര്യം കള്ളന് മനസ്സിലായി. അങ്ങനെ കള്ളൻ ഉടനെ തന്നെ മുടിയൊക്കെ വെട്ടിയ ശേഷം തന്റെ വീട്ടിലേക്ക് പോയി. കള്ളന് നല്ല ടെൻഷനുണ്ട്. ആ സലൂൺ കടക്കാരൻ കേട്ടല്ലോ എന്ന ടെൻഷനിലുമാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴോ മകൾക്ക് വാങ്ങിയ ചെയിൻ കാണുന്നില്ല. ചെയിനാണെങ്കിൽ സലൂൺ കടയിൽ വെച്ച് മറന്നിട്ട് വന്നു. അതാണെങ്കിൽ മഹാരാജ കണ്ടു. ഇതാ വന്നിട്ട് പോയ ആളിന്റെ ചെയിനല്ലേ, അയാളുടെ മകളുടെ ബർത്ത്ഡേ എന്നും പറയുന്ന കേട്ടു. ഈ ചെയിൻ ഇല്ലാതെ എങ്ങനെയാ, എന്തായാലും നമുക്ക് തന്നെ ഇത് കൊണ്ടു കൊടുത്തേക്കാം എന്ന് മഹാരാജ കരുതും. അങ്ങനെ മഹാരാജ ആ ചെയിനുമായി കള്ളന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതേസമയം തന്നെ കള്ളനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയ പോലീസ് ആണെങ്കിൽ അവിടെ എത്തും. മഹാരാജയും പോലീസും ആ വീട്ടിലെത്തിയത് ഒരേ സമയം തന്നെയായിരുന്നു. അത് കണ്ട കള്ളൻ വിചാരിക്കും മഹാരാജ പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നെന്ന് കരുതും. കാരണം ഇവർ പറയുന്നതെല്ലാം മഹാരാജ സലൂൺ കടയിൽ വെച്ച് കേട്ടിരുന്നല്ലോ. പോലീസ് കള്ളനെ അറസ്റ്റ് ചെയ്തു. ഇതുവരെയും കള്ളൻ നടത്തിയ മോഷണങ്ങളെല്ലാം ഭാര്യ അറിഞ്ഞു. ഭാര്യയ്ക്കത് താങ്ങാനായില്ല. തന്റെ കുടുംബം നഷ്ടമാകുന്നു എന്ന കാര്യം കള്ളന് മനസ്സിലായി. കള്ളനാണെങ്കിലോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ മഹാരാജയെ നോക്കിക്കൊണ്ടു പോകും. എന്നാൽ മഹാരാജയാണെങ്കിലോ നിന്റെ മകളുടെ ചെയിൻ തരാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഞാൻ പോലീസിനെയൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറയുമ്പോഴും ആ കള്ളനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കത്തേയില്ല. അവിടെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുകയാണ്. അങ്ങനെ എസ് ഐ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഒരു കുപ്പത്തൊട്ടി റെഡിയാക്കി.
കുപ്പത്തൊട്ടി റെഡിയാക്കിയാൽ മാത്രം പോരല്ലോ, അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് താനാണെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ ഒരാൾ വേണ്ടേ? അങ്ങനെ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ ആരും ഇങ്ങനെ ഒരു കുപ്പത്തൊട്ടി കേസ് ഏറ്റെടുക്കുവാനായും തയ്യാറായില്ല. എന്നാൽ 50,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഇൻഫോമറായ ഒരാളാണെങ്കിലോ അതിന് തയ്യാറായി. അങ്ങനെ അയാളാണെങ്കിൽ കീഴടങ്ങുവാനായും തീരുമാനിച്ചു. എന്നാൽ FIR ഫയൽ ചെയ്തതിനാൽ കോടതിയിൽ കേസെത്തുമ്പോൾ ഇൻഫോമർ കറക്റ്റായിട്ട് അന്ന് സംഭവിച്ചത് എന്തെന്ന് പറയണമല്ലോ. അതിന് SI നേരെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് മഹാരാജ അവിടെയുണ്ടോ, എങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാനായി പറയും. അങ്ങനെ മഹാരാജ അന്ന് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അതെല്ലാം ഫോൺ വഴി SI കേൾക്കുന്നുണ്ട്. എന്നത്തെയും പോലെ 9 മണിയായപ്പോൾ കടയും അടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു മഹാരാജ. മഹാരാജയുടെ മകളാണെങ്കിലോ സ്പോർട്സ് ക്യാമ്പിൽ നിന്നും നേരത്തെ വീട്ടിലെത്തി. മഹാരാജ എത്തുന്നതിന് മുമ്പ് മകൾ വീട്ടിലെത്തി. മകളാണെങ്കിലോ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കവേ ആ റൂമിനുള്ളിൽ ആരോ ഉള്ളതുപോലെ മകൾക്ക് തോന്നി. അവളാണെങ്കിൽ പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോഴോ അത് മറ്റാരുമല്ല, ആ മെക്കാനിക്കായ മണിയായിരുന്നു. മണി നേരെ അവളുടെ വായിൽ പൊത്തി. വായിൽ പൊത്തിയതിനു ശേഷം അവിടെ മറ്റൊരാൾ കൂടി വന്നു. അത് മറ്റാരുമല്ല, യഥാർത്ഥത്തിൽ ആ ഒരു പോലീസ് ഇൻഫോമർ ആയിരുന്നു. അവരെ രണ്ടുപേരെയും കൂടാതെ മൂന്നാമതൊരാൾ കൂടി വരും. അതാ കള്ളനായിരുന്നു. കള്ളന് മഹാരാജയോട് പ്രതികാരം വീട്ടണം, അതിന് വന്നതാണ്. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ കള്ളന്റെ കുടുംബവുമെല്ലാം പിണങ്ങിപ്പോയി തന്റെ കുടുംബം നഷ്ടമായതിന്റെ പ്രതികാരം വീട്ടുവാനായിട്ട് വന്നതായിരുന്നു അയാൾ. എന്നാൽ മഹാരാജ വരാൻ ലേറ്റായി. അതേസമയം അയാളുടെ മകൾ ബഹളം വെക്കുന്നതിനാൽ കള്ളനും മണിയുമെല്ലാം ചേർന്ന് ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കും. മഹാരാജയെ കൊല്ലണമെന്നാണ് കള്ളന്റെ മനസ്സിൽ. മഹാരാജ വരാൻ ലേറ്റാകുന്നു. മഹാരാജയുടെ മകളാണെങ്കിലോ കാണാനും സുന്ദരി. അങ്ങനെ മണിയും ആ പോലീസ് ഇൻഫോമറും ചേർന്ന് കുഞ്ഞിനെ റേപ്പ് ചെയ്യും. അവരൊരുപാട് നേരം കാത്തിരുന്നിട്ട് മഹാരാജ വരുന്നില്ല. പോകാനായി ഇറങ്ങും. അടുത്ത ദിവസം നോക്കാമെന്ന് പറയും. എന്നാൽ മണിയും ആ പോലീസ് ഇൻഫോമറും കൂടി പോകുവാൻ ഇറങ്ങുന്ന സമയത്ത് കൂടിയും കുഞ്ഞിനെ ക്രൂരമായി റേപ്പ് ചെയ്തു. അവർ പോയി കഴിഞ്ഞതും മഹാരാജ വീട്ടിലെത്തി. വീട്ടിലെത്തിയ മഹാരാജ കാണുന്നത് നശിപ്പിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന തന്റെ മകളെയാണ്. മഹാരാജയ്ക്ക് അത് സഹിക്കാനായില്ല. ഉടനെ തന്നെ മകളെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് പരിസരത്തൊക്കെ തിരക്കുമ്പോഴോ കാറിൽ ഒരാൾ വീട്ടിൽ വന്നതായി കണ്ടു. ആരെന്നറിയില്ലെന്ന് പറയും. അങ്ങനെ ആ കാറിനെ പറ്റി അന്വേഷിച്ച് നേരെ വർക്ക്ഷോപ്പിലെത്തുമ്പോൾ ആ കാർ റെഡിയാക്കിയത് മണിയാണെന്നും അത് കൗൺസിലറിന്റെ കാറാണെന്നും മഹാരാജയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് മഹാരാജ കൗൺസിലറിനെ കാണാൻ ബാറിലെത്തിയതും അവിടെ കൗൺസിലറിനെ തല്ലാനായിട്ട് മണി വന്നതും മണി വഴി കൂടെയുള്ള 2 പേരിലൊരാൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളാണെന്നും മഹാരാജ അറിഞ്ഞതും. അങ്ങനെയാണ് മഹാരാജ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആൾ ആരാണെന്ന് കണ്ടെത്താനായിട്ട് കുപ്പത്തൊട്ടിയെ കാണുന്നില്ല എന്നൊരു കള്ളക്കേസുമായി പോലീസ് സ്റ്റേഷനിലെത്തിയതും 5 ലക്ഷം രൂപ തരാമെന്നൊക്കെ കള്ളത്തരം പറഞ്ഞതും. തന്റെ മകൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് കുപ്പത്തൊട്ടിക്ക് സംഭവിച്ചതായി മഹാരാജ പോലീസിനോട് പറഞ്ഞതും. യഥാർത്ഥത്തിൽ നമ്മളെ കാണിച്ചതെല്ലാം മഹാരാജയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ്. എന്നാൽ പോലീസിനോട് തന്റെ മകൾക്കാണിത് സംഭവിച്ചതെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. കുപ്പത്തൊട്ടിയെ മകളുടെ സ്ഥാനത്താക്കിയിട്ടാണ് മഹാരാജ എല്ലാ കാര്യവും അന്ന് തുറന്നു പറഞ്ഞതും. ഇതെല്ലാം ആ പോലീസ് ഇൻഫോമർ ഫോൺ വഴി കേൾക്കുമ്പോൾ അയ്യോ, ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണല്ലോ ഇയാൾ കുപ്പത്തൊട്ടിയിലൂടെ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യം ആ ഒരു ഇൻഫോമറിന് മനസ്സിലായി. താൻ പിടിക്കപ്പെട്ടു എന്ന കാര്യം ഇൻഫോമറിന് മനസ്സിലായി. ഉടനെ തന്നെ ഇൻഫോമർ കള്ളനെ വിളിച്ചിട്ട് അവർ ചെയ്ത കാര്യം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കള്ളനെ വിളിച്ച് ഇൻഫോമർ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ കുപ്പത്തൊട്ടിയെയും ആ ഒരു പോലീസ് ഇൻഫോമറിനെയും കൂടെ സ്റ്റേഷനിലേക്ക് SI കൊണ്ടുവരും. എന്നിട്ട് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അഭിനയിച്ച് കാണിക്കുവാനായും പറഞ്ഞു. അങ്ങനെ അയാളാണെങ്കിലോ അന്ന് കുപ്പത്തൊട്ടി എടുക്കാൻ വന്നത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങവേ അറിയാതെ വായിൽ നിന്നും കയ്യിൽ പിടിച്ചു, വാ പൊത്തിപ്പിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വെപ്രാളത്തിൽ വീണുപോയി. അത് കേട്ട മഹാരാജയ്ക്ക് ഇയാളാണ് പോലീസിന്റെ കൂട്ടത്തിലുള്ള ആ ഒരാളെന്ന കാര്യം മനസ്സിലായി. അങ്ങനെ മഹാരാജ എങ്ങനെയും ഇവനെ കൊല്ലണമെന്ന് മനസ്സിൽ പ്ലാനിടും. അതേസമയം SI ചോദിക്കും, തന്റെ കുപ്പത്തൊട്ടി മോഷ്ടിച്ച ആളിനെ കണ്ടുകിട്ടി ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവനെ വെറുതെ വിടാമെന്ന് മഹാരാജ പറയും. അപ്പോൾ SI പറയും, നിന്റെ മകളെ റേപ്പ് ചെയ്തവനെ എങ്ങനെയാ വെറുതെ വിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട മഹാരാജ ഷോക്കായി പോകും. കാരണം എന്തെന്നാൽ ഒരു കുപ്പത്തൊട്ടിയുടെ പേരും പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ മഹാരാജയെ പറ്റി ആ പോലീസുകാരൻ അന്വേഷിച്ചു. അപ്പോഴാണ് മകൾക്ക് സംഭവിച്ച ക്രൂരമായ കാര്യങ്ങളെല്ലാം പോലീസിന് മനസ്സിലായത്. ഉടനെ തന്നെ പോലീസ് മഹാരാജയുടെ കയ്യിൽ ഒരു അരിവാൾ കൊടുത്തിട്ട് അവന്റെ കഴുത്ത് വെട്ടാൻ പറയും. കാരണം എന്തെന്നാൽ ആ പോലീസിനും ഒരു പെൺകുട്ടിയാണുള്ളത്.
പെൺകുട്ടികളോട് ഇത്രയും ക്രൂരത ചെയ്തവനെന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് SI പറയും. അങ്ങനെ മഹാരാജ അവന്റെ കഴുത്ത് വെട്ടി. ഇനി ആ 2 പേരിൽ ഒരാൾ മാത്രമാണല്ലോ ഉള്ളത്, ആ കള്ളൻ. അങ്ങനെ SI ആണെങ്കിലോ കള്ളനുള്ള സ്ഥലം കണ്ടെത്തി മഹാരാജയെ അറിയിക്കും. അങ്ങനെ മഹാരാജ കള്ളനെ കാണാനായി എത്തി. 2 പേരും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. നീ എൻ്റെ ജീവിതം തകർത്തു, അതുകൊണ്ടാണ് നിന്റെ ജീവിതവും ഞാൻ തകർക്കാനായി തീരുമാനിച്ചതെന്ന് കള്ളൻ പറയും. ദേഷ്യം വന്ന മഹാരാജ കള്ളനെ ഒരുപാട് തല്ലി. അതേസമയം തന്നെ തൻ്റെ ഹോസ്പിറ്റലിലായിരുന്ന മകളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കാരണം എന്തെന്നാൽ, ഒരു കൊച്ചു കുഞ്ഞെന്ന് ഓർക്കാതെ എന്നോട് ഇത്രയും ക്രൂരത ചെയ്തവനെ അവനെ തല്ലുന്നത് എനിക്ക് കാണണമെന്ന് മകൾ മഹാരാജയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ അവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നീയൊക്കെ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇനിയും മുന്നോട്ട് ജീവിക്കില്ല എന്ന് നീ കരുതിയോ? ഞാൻ നന്നായി ജീവിക്കുമെന്ന് പറഞ്ഞ് നീ മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ വീട്ടിൽ കയറിയത്, അതും സ്വർണത്തിന് വേണ്ടി. നീ സ്വർണം എടുത്തോ എന്ന് പറഞ്ഞ് അവരുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമെല്ലാം കള്ളന് നേരെ എറിഞ്ഞു കൊടുക്കും. സ്വർണമെല്ലാം കള്ളന് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് മഹാരാജ തന്റെ മകളെയും കൂട്ടി നടന്നു പോകും. സ്വർണത്തിന്റെ കൂട്ടത്തിൽ പണ്ട് കള്ളൻ തന്റെ മകൾക്കായി വാങ്ങിയ ആ ഒരു ചെയിൻ കാണും. ചെയിൻ കണ്ട കള്ളനാണെങ്കിലോ ആ പെൺകുഞ്ഞിനെ ഒന്ന് നോക്കും. നോക്കുമ്പോൾ അവളുടെ മുതുകത്ത് ഒരു തഴമ്പ് കാണുകയാണ്. പണ്ട് അതേ തഴമ്പ് തന്റെ മകൾക്കും ഉണ്ടായിരുന്ന കാര്യം കള്ളന് മനസ്സിലായി. അപ്പോഴാണ് കള്ളൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ ഭാര്യയും മകളെയും അന്വേഷിച്ച് കള്ളൻ എത്തിയിരുന്നു. അപ്പോഴാണ് ഒരു അപകടത്തിൽ ഭാര്യയും മകളും മരണപ്പെട്ട കാര്യം കള്ളൻ അറിഞ്ഞത്. ആ അപകടം മറ്റൊന്നുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ഒരു ലോറി ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നത് കാണിക്കുമല്ലോ, അത് യഥാർത്ഥത്തിൽ കള്ളന്റെ ഭാര്യയും മകളും താമസിക്കുന്ന വീട്ടിലേക്കായിരുന്നു. കുപ്പത്തൊട്ടി വന്നു വീണ് കുഞ്ഞ് രക്ഷപ്പെട്ടു. ഭാര്യയാണെങ്കിലോ സ്പോട്ടിൽ മരണപ്പെട്ടിരുന്നു. അന്നേ ദിവസം ആ ചെയിനുമായി കള്ളന്റെ ഭാര്യയും മകളെയും കണ്ട് ചെയിൻ തിരികെ കൊടുക്കാനെത്തിയ മഹാരാജയോട് കള്ളന്റെ ഭാര്യ ചെയിനൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനൊരു പാവ മതി എന്ന് പറഞ്ഞതിനാൽ പാവ വാങ്ങാൻ കടയിൽ കയറിയ സമയത്തായിരുന്നു ആ ഒരു അപകടം സംഭവിച്ചതും. അങ്ങനെയാണ് മഹാരാജ ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ സ്വന്തം മകളെ പോലെ വളർത്തിയതും. അതെല്ലാം മനസ്സിലാക്കിയ ആ ഒരു കള്ളനാണെങ്കിലോ, ഇത്രയും നാൾ എൻ്റെ കുഞ്ഞിനെയാണോ നീ നിന്റെ സ്വന്തം കുഞ്ഞായി വളർത്തിയത്? ആ കുഞ്ഞിനോടാണോ ഞാൻ ഇത്രയും ക്രൂരത ചെയ്തത് എന്നോർത്ത് കള്ളൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് കള്ളൻ ആ സങ്കടം സഹിക്കാനാകാതെ ആത്മഹത്യയും ചെയ്തു. അങ്ങനെ മഹാരാജ തൻ്റെ മകളോട് ക്രൂരത കാണിച്ചവരെയെല്ലാം കൊന്നിരിക്കുന്നു. അതിനുശേഷം തൻ്റെ മകളുമായി സന്തോഷകരമായി നല്ലൊരു ജീവിതം ആരംഭിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.